തിരൂരിനടുത്തുള്ള ആലത്തിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രമാണിത്. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണിത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാദേവിയെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ശ്രീരാമസ്വാമി ഇവിടെ വെച്ചാണ് ഹനുമാൻ സ്വാമിക്ക് മുദ്രം കൊടുക്കുകയും ചെവിയിൽ സന്ദേശം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മെയിൻ പ്രതിഷ്ഠ ഇവിടെ ശ്രീരാമസ്വാമിയാണ്. ശ്രീരാമൻ്റെ വലതുവശത്താണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. തൊട്ട് പുറകിലായിട്ടാണ് ലക്ഷ്മണസ്വാമി ഉള്ളത്. ഈ സന്ദേശം കേൾക്കാതിരിക്കാൻ വേണ്ടി ദൂരെ മാറി നിന്നു എന്നുള്ളതാണ് ഐതിഹ്യം. ഈ കാണുന്നത് ഒരു വളരെ പ്രസിദ്ധമായുള്ള സ്ഥലമാണ്. ലങ്ക ചാടുക എന്നാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ. ഈ നമ്മൾ കല്ലിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഒരു സിമെൻറ്റ് ഇട്ടിട്ടുള്ള ഒരു പാലുണ്ടല്ലോ, ആ പാലത്ത് കൂടെ നമ്മൾ ഓടി വന്ന് നമ്മൾ ഈ മണ്ടിക്ക് ചാടണം. കരിങ്കല്ല് ചവിട്ടാതെ ചാടണം എന്നാണ് പറയുക. കരിങ്കല്ലിനെ നമ്മളിവിടെ കടലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമി ലങ്ക ചാടി എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചാടുന്നുണ്ട്. കുട്ടികളും വലിയവരൊക്കെ. അത് നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ ഒരു സങ്കല്പം. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ അവിൽ കുഴച്ചതാണ്. ഒരു ഇടങ്ങഴി അവിൽ എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. നല്ല സ്വാദാണ് ഇവിടുത്തെ. അത് മെയിനായിട്ടുള്ളത് അവിൽ നിവേദ്യം തന്നെയാണ്. പിന്നെ പായസമൊക്കെ ഉണ്ട്. ഒരിക്കലെങ്കിലും വന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അമ്പലം തന്നെയാണ്.